ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് നൽകിയ യാത്രയപ്പിനെക്കുറിച്ചാണ്. മട്ടന്നൂർ മണ്ഡലം MLA കൂടിയായിട്ടുള്ള മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ അവരുടെ നേതൃത്വത്തിൽ എല്ലാ കോടതികളും കുറ്റക്കാരാണ് എന്ന് ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ സ്വീകരിക്കാനായി പോവുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് യാത്രയപ്പ് നൽകുകയും മുദ്രാവാക്യം വിളിക്കുകയും അതൊക്കെ അവരുടെ പാർട്ടി കാര്യമാണ്. പക്ഷേ MLA എന്നുള്ള നിലയിൽ ജനപ്രതിനിധി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ മണ്ഡലത്തിൽ MLA ആയിട്ടുള്ള ശൈലജ ടീച്ചർ അങ്ങനെ ഒരു യാത്രയപ്പ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമായൊരു സന്ദേശമാണ്. എൻ്റെ നേരെ സംഘടിതമായ ആക്രമണം നടന്നിട്ട് 3 ദശാബ്ദക്കാലം കഴിയുകയാണ്. 31ാമത്തെ വർഷമാണ്. ഈ സന്ദർഭത്തിലാണ് കേസിൽ ഉൾപ്പെട്ട പ്രതികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്നത്. ഇന്നാണ് അവർ കോടതിയിൽ ഹാജരായത്. ഈ ഒരു സന്ദർഭത്തിൽ 2-3 കാര്യങ്ങളാണ് മനസ്സിൽ ഉയർന്നു വരുന്നത്. അതിലൊന്ന്, സംഭവം നടന്ന് വിചാരണ കോടതിയിൽ കേസ് വിചാരണ ചെയ്യപ്പെടുകയും പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിനുശേഷം അവർ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകുന്നു, ശിക്ഷ ശരിവയ്ക്കുന്നു. അവിടെ നിന്ന് ഹൈക്കോടതിയിൽ പോകുന്നു, അവിടെയും ശിക്ഷ ശരിവയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ ജനുവരി 29-നാണ് ഹൈക്കോടതിയുടെ ഫൈനൽ വിധി വന്നത്. തുടർന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള ശ്രമം നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ ശിക്ഷ ഏറ്റുവാങ്ങണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഫൈനൽ വിധിന്യായത്തിൽ സമൂഹം ശ്രദ്ധിക്കേണ്ട ചില പരാമർശങ്ങളുണ്ട് എന്നീ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിലൊന്ന്, രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഏറ്റുമുട്ടേണ്ടത് തെരുവിലല്ല, ആയുധം കൊണ്ടല്ല, ആശയം കൊണ്ടാണ് എന്ന ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ട്. ദീർഘകാലമായി കേരളത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപ്രസ്ഥാനങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സന്ദേശം ഇത് തന്നെയാണ്. ആശയങ്ങൾ തമ്മിലാണ്, ആയുധങ്ങൾ തമ്മിലല്ല ഏറ്റുമുട്ടേണ്ടത്. അത് കോടതി അംഗീകരിച്ചു. കോടതി അത് വിധിന്യായത്തിൽ പരാമർശിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ ശിക്ഷ ഇളവ് ചോദിച്ചുകൊണ്ടാണ് അപ്പീൽ പോയത്. പക്ഷേ കോടതി വ്യക്തമായി തന്നെ പറയുകയുണ്ടായി, ഒരു കാരണവശാലും ശിക്ഷയിൽ ഇളവ് നൽകാൻ കോടതി തയ്യാറല്ല. കാരണം അങ്ങനെ ഇളവ് നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുന്നതായിരിക്കും. അതുണ്ടാകരുത് എന്ന് കോടതിക്ക് നിർബന്ധമുണ്ട് എന്നൊരു പരാമർശം കോടതിയുടേതായിട്ട് ഉണ്ടായി. മൂന്നാമത്തെ കാര്യം, കോടതിയുടെ മറ്റൊരു ശ്രദ്ധേയമായ പരാമർശം മൂന്നാമത്തേതായിട്ട്, അന്ന് സെഷൻസ് കോടതി ശിക്ഷ ശരിവെച്ച് പ്രതികൾ അപ്പീൽ പോയ സന്ദർഭത്തിൽ ശിക്ഷ തീരെ പര്യാപ്തമല്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇരയ്ക്കു വേണ്ടി അപ്പീൽ പോകേണ്ടതായിരുന്നു സർക്കാർ. എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്തില്ല എന്നൊരു ചോദ്യം കോടതി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് വിധിയെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, അത്യന്തം ഗൗരവത്തോടെ എന്നാൽ ഖേദകരമെന്ന് പറയാവുന്ന അവസ്ഥയിൽ സൂചിപ്പിക്കേണ്ട കാര്യം, ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് നൽകിയ യാത്രയപ്പിനെക്കുറിച്ചാണ്. മട്ടന്നൂർ മണ്ഡലം MLA കൂടിയായിട്ടുള്ള മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ അവരുടെ നേതൃത്വത്തിൽ എല്ലാ കോടതികളും കുറ്റക്കാരാണ് എന്ന് ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ സ്വീകരിക്കാനായി പോവുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് യാത്രയപ്പ് നൽകുകയും മുദ്രാവാക്യം വിളിക്കുകയും അതൊക്കെ അവരുടെ പാർട്ടി കാര്യമാണ്. പക്ഷേ MLA എന്നുള്ള നിലയിൽ ജനപ്രതിനിധി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ മണ്ഡലത്തിൽ MLA ആയിട്ടുള്ള ശൈലജ ടീച്ചർ അങ്ങനെ ഒരു യാത്രയപ്പ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമായൊരു സന്ദേശമാണ്. ക്രിമിനൽ കേസുകളിൽ പാർട്ടി അണികൾ ഉൾപ്പെടുന്ന സന്ദർഭത്തിൽ
അവരെ തിരുത്തുന്നതിന് പകരം ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണയേകുന്ന ഒരു സമീപനമാണ് ശൈലജ ടീച്ചർ സ്വീകരിച്ചത് എന്ന് ദൗർഭാഗ്യകരമായൊരു കാര്യം പറയേണ്ടതായി വന്നിട്ട് ഖേദകരമാണത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്.